ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഫ്രേസൽ വെർബിനെ കുറിച്ച്. എന്താണ് ഫ്രേസൽ വെർബ്? ഫ്രേസൽ വെർബിന് നമ്മൾ മലയാളത്തിൽ പറയും പദപ്രയോഗം. എന്താ പറയുക? പദപ്രയോഗം എന്ന് വെച്ചാൽ ഒരു വെർബിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഡ് വെർബ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രേസൽ വെർബ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഫ്രേസൽ വെർബിന് ഒരു വ്യത്യസ്ത അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥ വെർബിൽ നിന്നും മറ്റൊരു വ്യത്യസ്ത അർത്ഥമാണ് ഫ്രേസൽ വെർബിന് ലഭിക്കുന്നത്. നമുക്ക് ഓരോ നോക്കാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അല്ലേ? ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ഗോ എന്ന് പറഞ്ഞ വെർബിന്റെ കൂടെ ഓൺ വന്നു കഴിഞ്ഞാൽ ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുടരുക എന്നാണ്. തുടരുക, കണ്ടിന്യൂ. എന്താണ്? കണ്ടിന്യൂ, തുടരുക. ഇപ്പോൾ എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്യുന്നിടക്ക് നിർത്തി അല്ലെങ്കിൽ നിന്നുപോയി. അപ്പോൾ നമ്മൾ പറയാണ് ഗോ ഓൺ, ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരൂ എന്നർത്ഥം. എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. തുടരൂ, ഗോ ഓൺ. അല്ലാതെ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുമെന്നല്ല അർത്ഥം. ഓക്കെ, ഗോ ഓൺ കണ്ടിന്യൂ ആണ്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എഴുത്തിലാണെങ്കിലും റിട്ടൺ ഇംഗ്ലീഷിലാണെങ്കിലും അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും പലപ്പോഴും യൂസ് ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഫ്രേസൽ വെർബ്. അപ്പോൾ ഇന്ന് നമ്മളൊരു 10 ഫ്രേസൽ വെർബാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കല്ലേ, തുടങ്ങാം. ഒന്നാമതാണ് ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക. ഒരു ഉദാഹരണം നോക്കാം. മൈ ജോബ് ഈസ് ഗോയിങ് ഓൺ വെൽ. അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഹൗ ഈസ് യുവർ ജോബ്? നിങ്ങളുടെ ജോലി എങ്ങനെ പോകുന്നു? അപ്പോൾ നിങ്ങൾ പറയാണ് മൈ ജോബ് ഈസ് ഗോയിങ് ഓൺ വെൽ. എൻ്റെ ജോലി നന്നായി പോകുന്നു അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, നന്നായി പോകുന്നു. ഇനി രണ്ടാമതാണ് ലീവ് ഫോർ. എന്താണ് ലീവ് ഫോർ? ലീവിൻ്റെ കൂടെ 4 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ലീവിൻ്റെ കൂടെ 2 അല്ല, ലീവിൻ്റെ കൂടെ 4 ആണ് ഉപയോഗിക്കേണ്ടത്. ലീവ് ഫോർ എന്ന് പറഞ്ഞാൽ ഗോ ടു. ഗോൻ്റെ കൂടെ 2, അതുപോലെ ലീവിൻ്റെ കൂടെ 4 ആണ് വരിക. ഇപ്പം ഞാൻ പറയാണ് ഐ ലെഫ്റ്റ് ഫോർ മുംബൈ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഐ വെന്റ് ടു മുംബൈ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മുംബൈയിൽ പോയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മുംബൈയിൽ പോയി എന്നർത്ഥം. ഇവിടെ ലെഫ്റ്റിൻ്റെ കൂടെ ടു ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇതാണ് ലെഫ്റ്റ് ടു എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഗോൻ്റെ കൂടെ 2 വരും അല്ലേ? ലീവിൻ്റെ പാസ് ഫോമാണ് ലെഫ്റ്റ്, അതുപോലെ തന്നെ ഗോൻ്റെ പാസ് ഫോമാണ് വെന്റ് ഫോർ എന്ന് പറയരുത്. വെന്റ് ഫോർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വെന്റിൻ്റെ കൂടെ ഗോൻ്റെ കൂടെ 2 വരണം. ഓക്കെ, വെന്റ് ടു. ഐ വെന്റ് ടു മുംബൈ യെസ്റ്റർഡേ. അതേ സെന്റൻസിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ലെഫ്റ്റ് ഫോർ മുംബൈ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ മുംബൈയിൽ പോയിരുന്നു എന്നർത്ഥം. ഓക്കെ, ലെഫ്റ്റിൻ്റെ കൂടെ എന്താ? ലെഫ്റ്റ് ഫോർ പാസ് ഫോം ആണ്. ഓക്കെ, ലീവ് ഫോർ ലെഫ്റ്റ് ഫോർ. ഗോ ടു അതിൻ്റെ പാസ് ഫോം ആണ് വെന്റ് ടു. ക്ലിയർ? ഇനി അടുത്ത് നോക്കാം. അടുത്താണ് കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എന്നർത്ഥം. സന്ദർശിക്കുക. എന്താണ്? സന്ദർശിക്കുക. ഞാൻ പറയാണ് ഹി കോൾഡ് ഓൺ ഹെർ എന്ന് പറഞ്ഞാൽ അവൻ അവളെ സന്ദർശിച്ചു എന്നാണ്. ഇനി കോളിൻ്റെ കൂടെ ഓഫ് എന്നാലോ? ഓൺ ഒഴിവാക്കിയിട്ട് ഓഫ് എഴുതി. കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ എന്നർത്ഥം. ക്യാൻസൽ, റദ്ദാക്കുക, ഒഴിവാക്കുക, ക്യാൻസൽ, നിർത്തുക. ഉദാഹരണം നോക്കാം. ദ ബോസ് കോൾഡ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബോസിനെ മീറ്റിംഗ് എന്താക്കി? റദ്ദാക്കി എന്നർത്ഥം, ക്യാൻസൽ ആക്കി എന്നർത്ഥം. ഇനി അഞ്ചാമതാണ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക. എന്താണ്? നിർത്തുക. ഞാൻ പറയാണ് നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഹോൾഡ് ഓൺ അവിടെ നിൽക്കൂ. ഹോൾഡ് ഓൺ ദെയർ ഫോർ 2 minutes. 2 minutes അവിടെ നിൽക്കൂ അല്ലെങ്കിൽ നിൽക്കൂ എന്നർത്ഥം. ഓക്കെ, നിൽക്കൂ. ഇനി നമ്മുടെ ആറാമതാണ് ഗോ ത്രൂ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഗോ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് എന്നർത്ഥം. വായിക്കുക. ഗോ ത്രൂ വായിക്കുക എന്നർത്ഥം. ഗോ ത്രൂ വായിക്കുക. ഞാൻ പറയാണ് ഗോ ത്രൂ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം വായിക്കൂ എന്നാണ്. ആ പുസ്തകം വായിക്കൂ. ഗോ ത്രൂ ദ ബുക്ക് അല്ലെങ്കിൽ ഗോ ത്രൂ ദാറ്റ് ബുക്ക് അല്ലെങ്കിൽ ഗോ ത്രൂ ദ ബുക്ക്. എന്താർത്ഥം? റീഡ് ദ ബുക്ക് അല്ലെങ്കിൽ റീഡ് ദാറ്റ് ബുക്ക് എന്നർത്ഥം.
ഇനി അടുത്താണ് റൺ ഔട്ട്. റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫിനിഷ് എന്നർത്ഥം. റൺ ഔട്ട്, ഫിനിഷ്, തീർന്നു, തീരുക. എന്താണ് തീരുക? അപ്പം ഞാൻ പറയാണ് ദ വാട്ടർ ഹാസ് റൺ ഔട്ട്. ദ വാട്ടർ ഹാസ് റൺ ഔട്ട്. വെള്ളം തീർന്നു, അല്ലെങ്കിൽ വെള്ളം തീർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. വെള്ളം തീർന്നു. ഇനി അടുത്താണ് ലുക്ക് ആഫ്റ്റർ. എന്നാൽ ലുക്ക് ആഫ്റ്റർ? ലുക്ക് ആഫ്റ്റർ കോമൺ ഫ്രേസൽ വെർബാണ്, വളരെ യൂസ്ഫുൾ ആണ്. ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ എന്നർത്ഥം. ടേക്ക് കെയർ, പരിപാലിക്കുക. എന്താണ് പരിപാലിക്കുക? ടേക്ക് കെയർ. ഫോർ എക്സാമ്പിൾ യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ്. എന്താണ് യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ്? എന്താർത്ഥം? അതിനർത്ഥം നിനക്ക് നിന്റെ മാതാപിതാക്കളെ പരിപാലിക്കണം. ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുവർ പാരൻസ്. ഇനി അടുത്താണ് പുട്ടപ്പ് വിത്ത്. എന്താണ് പുട്ടപ്പ് വിത്ത്? പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക എന്നാണ്. സഹിക്കുക, ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത്. ഉദാഹരണം നോക്കാം. ഐ കാൺട്ട് പുട്ടപ്പ് വിത്ത് ദിസ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് അല്ലേ? ഐ കാൺട്ട് പുട്ടപ്പ് വിത്ത് ദിസ് ഹീറ്റ്. എനിക്ക് ഈ ചൂട് സഹിക്കാൻ കഴിയില്ല. എനിക്ക് ഈ ചൂട് സഹിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് പുട്ടപ്പ് വിത്ത് ദിസ് ഹീറ്റ്. അല്ലെങ്കിൽ ഐ കാൺട്ട് പുട്ടപ്പ് വിത്ത് ദിസ് കോൾഡ്. ഓക്കെ, എനിക്ക് ഈ ചൂട് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കോൾഡ് ആണെങ്കിലോ തണുപ്പ് സഹിക്കാൻ കഴിയില്ല. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദാറ്റ് ഈസ് ഹറി അപ്പ്. എന്താണ് ഹറി അപ്പ്? ഹറി അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക്ലി, വേഗത്തിൽ. ഇപ്പം നമ്മളുടെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ്, വി ആർ ഗെറ്റിംഗ് ലേറ്റ്. വി ആർ ഗെറ്റിംഗ് ലേറ്റ്. നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹറി അപ്പ്, ഹറി അപ്പ്. എന്നാൽ വേഗത്തിൽ ചെയ്യൂ എന്നർത്ഥം. വേഗത്തിൽ ചെയ്യൂ. എന്താണോ ചെയ്യുന്നത് അത് വേഗമാക്കൂ എന്നർത്ഥം. ഹറി അപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു എവരിവൺ.